ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൗര്യൻ അഡ്മിനിസ്ട്രേഷനാണ്. ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് പല പല ടെർമിനോളജീസ് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാതെ വന്നിട്ടുണ്ടാകും. കാരണം ഇത് ഈ ഒരു ടോപ്പിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ സെപ്പറേറ്റ് ഇതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൗട്ടില്യ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം അനുസരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ മൗര്യൻ എംപയർ ഇത്രത്തോളം പവർഫുൾ ആയത്, അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇത്രത്തോളം പവർഫുൾ ആയത്. ഈ പറയുന്ന കൗട്ടില്യയുടെ അർത്ഥശാസ്ത്രം അനുസരിച്ചിട്ട് 7 അംഗങ്ങൾ അല്ലെങ്കിൽ 7 മെയിൻ കമ്പോണന്റ് ആണ് ഒരു രാജ്യത്തിന് വേണ്ടത്. അതിൽ ഒന്നാമത്തത് കിങ് ആണ്. കിങ്ങിനെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞ സ്വാമി എന്നാണ്. അതുപോലെ തന്നെ ഹൈ ഒഫീഷ്യൽസ്, അതിനെ അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്തത് അമഠ്യ എന്നാണ്. അതുപോലെ തന്നെ ടെറിറ്ററിനെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞ എന്താണ്, ജനപദ എന്നാണ്. അതുപോലെ തന്നെ ഫോർട്ടിഫൈഡ് ഫോർട്ട്, അതിനെന്തെന്ന് പറഞ്ഞു, ദുർഗ എന്ന് പറഞ്ഞു. അടുത്തത് ട്രഷറി, ഓഷ എന്ന് പറഞ്ഞു. അടുത്തത് ദണ്ഡ അല്ലെങ്കിൽ ബാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോഴ്സ്, ജുഡീഷ്യറി എന്ന് പറയാം. അടുത്താണ് അലൈ, അതിനെ മിത്ര എന്ന് പറയും. ഇങ്ങനെ 7 അംഗങ്ങൾ അല്ലെങ്കിൽ സപ്താംഗങ്ങളാണ് ഏറ്റവും ഒരു രാജ്യത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മൾ ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ ഒന്ന് ഡീപ്പായിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കണ്ടന്റൊക്കെ കിട്ടും. അപ്പോൾ ഈ പറയുന്ന അർത്ഥശാസ്ത്രം അനുസരിച്ചിട്ട് സ്വാമി എന്ന് പറയുന്ന കിങ് ആണ്. കൂട്ടത്തിൽ ഏറ്റവും സുപ്രീം അല്ലെങ്കിൽ സോൾ ഓഫ് സപ്താംഗ എന്നറിയപ്പെടുന്ന ഏതാണ്, കിങ് ആണ്. ഓക്കെ, ഈ കിങ് അർത്ഥശാസ്ത്രം അനുസരിച്ച് കിങ് എന്ന് പറയുന്നത് ഒരു ഹൈ ബർത്തിൻ്റെ ഹൈ ഫാമിലിയിൽ ജനിച്ചവനായിരിക്കണം. അതിന് അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിരിക്കുന്നത് ഉച്ച ചകുല എന്നായിരുന്നു. ഹി ഷുഡ് ബി ഉച്ച ചകുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ചവനായിരിക്കണം. അതേപോലെ തന്നെ അപ്ഹോൾഡർ ഓഫ് ധർമ്മം കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. അതിന് പറഞ്ഞിരുന്നത് ധർമ്മ പ്രവർത്തക എന്നാണ്. ഓക്കെ, ധർമ്മ പ്രവർത്തക. അപ്പോൾ ഈ കിങ്ങിനെ 2 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന്, കിങ് ഷുഡ് ബി ഹൈ ഫാമിലി. അടുത്ത എന്താണ്, ധർമ്മം അപ്ഹോൾഡർ ഓഫ് ധർമ്മ ആയിരിക്കണം. ഇനി രാജാവിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജാവിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഈ പറയുന്ന മൗര്യ സാമ്രാജ്യത്തിൽ സ്പൈ സിസ്റ്റം, അർത്ഥശാസ്ത്രം അനുസരിച്ച് സ്പൈ സിസ്റ്റം നിലനിന്നിരുന്നു. എന്താണ് സ്പൈ സിസ്റ്റം നിലനിന്നിരുന്നു? 2 രീതിക്കുള്ള സ്പൈസ് ആണ് അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്തിരുന്നത്. ഒന്ന്, സൻസ്ഥ എന്ന് പറയുന്ന സ്റ്റേഷനറി സ്പൈസ്, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ അധിവസിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇതാക്കുന്ന സ്പൈ, സൻസ്ഥ. അടുത്താണ് വാണ്ടറിങ് ആയിട്ടുള്ള സ്പൈ, അതിനെ സഞ്ചാരി എന്നാണ് പറഞ്ഞത്. വാണ്ടറിങ് സ്പൈ എന്താണ് പറഞ്ഞത്, സഞ്ചാരി എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് കൂടാതെ ചില പ്രത്യേക ഉദ്യോഗസ്ഥർ, അതായത് ബുദ്ധപുരുഷ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ. ബുദ്ധപുരുഷ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് ആണ്. ബുദ്ധപുരുഷ എന്ന് പറയുന്നത് എന്താണ്, സീക്രട്ട് ഏജന്റ് ആണ്. ഇതും ഒരു തരത്തിലുള്ള സ്പൈ സിസ്റ്റം ആയിരുന്നു ബുദ്ധപുരുഷ. ഇതും അർത്ഥശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്തിരുന്നു. ഇനി ഇതേപോലുള്ള സ്പൈ ആൾക്കാരെ നമ്മുടെ അശോകന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരുന്നു. അശോകന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷനിലെ ഇവരെ പുലിസാനി എന്നും പ്രതിവേദക എന്നും മെൻഷൻ ചെയ്തിരുന്നു. ഇതാണ് കിങ്ങിന്റെ കേസിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഇത് ഒരുപാട് വലിയ ടോപ്പിക്കാണ്, പുതിയ ടേമുകൾ നിങ്ങൾ കേൾക്കും, പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഗുണമാണ്. ഇനി അടുത്ത കിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ട എന്താണ്, അമഠ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹയർ ഒഫീഷ്യൽസ് ആണ്. അമഠ്യ എന്ന് പറയുന്നത് എന്താണ്, ഹൈ ഒഫീഷ്യൽസ് ആണ്. അപ്പോൾ ഹൈ ഒഫീഷ്യൽസ് അമഠ്യ. അപ്പൊ ഞാൻ പറഞ്ഞു കിങ്ങിന്റെ അണ്ടറിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ അറിയപ്പെട്ടിരുന്ന പേരാണ് മന്ത്രിപരിഷത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇത് കൂടാതെ മന്ത്രപരിഷത്തും ഉണ്ടായിരുന്നു. എന്താണ് മന്ത്രപരിഷത്തും മന്ത്രിപരിഷത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മന്ത്രപരിഷത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ്, വളരെ ചെറിയ ഗ്രൂപ്പാണ്. അത്
കിങ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അഡ്വൈസ് തേടുന്ന ഈ പറയുന്ന മന്ത്രപരിഷത്തിന്റെ അടുത്തായിരുന്നു. ഓക്കെ, സ്മോളർ കോൺസൾട്ടീവ് ബോഡി ഓഫ് മന്ത്രീസ്, അതാണ് എന്ന് പറയുന്ന മന്ത്രപരിഷത്ത്. ഓക്കെ, കിങ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് അഡ്വൈസ് തേടുന്ന എവിടെയായിരുന്നു? മന്ത്രപരിഷത്തിന്റെ അടുത്തുനിന്നായിരുന്നു. ഇത് കൂടാതെ കൗട്ടില്യയുടെ അർത്ഥശാസ്ത്രം അനുസരിച്ചിട്ട് സെന്ററിൽ ഹയർ ആയിട്ടുള്ള ഒഫീഷ്യൽസ് വേറെയും ഉണ്ടായിരുന്നു. ഇങ്ങനെ 18 ഹയർ ഒഫീഷ്യൽസ് സെൻട്രലിൽ കാണുന്ന 18 ഹയർ ഒഫീഷ്യൽസിനെ വിളിച്ചിരുന്ന പേരാണ് തീർത്ഥാസ് എന്ന് പറഞ്ഞിരുന്നത്. തീർത്ഥാസ്, അതായത് യുവരാജാവ്, പുരോഹിതൻ, സേനാപതി എന്നൊക്കെ തുടങ്ങുന്ന 18 തീർത്ഥാസ്. തീർത്ഥാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹൈ ഫങ്ഷണറീസ് അറ്റ് സെന്റർ. ഹൈ ഫങ്ഷണറീസ് അറ്റ് സെന്റർ. ഇനി ഈ തീർത്ഥാസ് കൂടാതെ വേറെ ഹയർ റാങ്കിങ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഇതിന് തൊട്ട് താഴെ, ഈ തീർത്ഥാസിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഹയർ ഒഫീഷ്യൽസ് ആണ് മഹാമത്താസും. ഓക്കെ, മഹാമത്താസും അധ്യക്ഷന്മാർ, അധ്യക്ഷാസും. അധ്യക്ഷാസും ഓക്കെ, ഹയർ ഒഫീഷ്യൽ, അതായത് തീർത്ഥാസിന് ശേഷം പവർഫുൾ ആയിട്ടുള്ള ഹയർ ഒഫീഷ്യൽസ്, അല്ലെങ്കിൽ തീർത്ഥാസിന്റെ തൊട്ട് താഴെ വരുന്ന ഹയർ ഒഫീഷ്യൽസ്. അങ്ങനെ 27ഓളം വരുന്ന അധ്യക്ഷന്മാർ. ഓക്കെ, ഏതിൽ പറയുന്നുണ്ട്? 27ഓളം വരുന്ന അധ്യക്ഷന്മാരെ പറ്റി എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ അർത്ഥശാസ്ത്രയിൽ പറയുന്നു. ഫോർ എക്സാമ്പിൾ, നഗരാധ്യക്ഷ. നഗരാധ്യക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടൗൺസിനെ നോക്കുന്നവൻ, ടൗൺസിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നവൻ. അപ്പൊ നഗരാധ്യക്ഷ. ഇതുപോലെ കുറെ അധ്യക്ഷന്മാരെ പറ്റി എന്തിൽ പറയുന്നുണ്ടായിരുന്നു? നമ്മുടെ അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട്. അപ്പൊ നഗരാധ്യക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൗണിന്റെ കേസ് നോക്കുന്ന. ഇനി ബാലാധ്യക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മിലിറ്ററി കേസുകൾ നോക്കുന്ന. ഇത് കൂടാതെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽസും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽസിന്റെ പേര് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സമഹത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസർ ഉണ്ടായിരുന്നു. ഈ സമഹത്രി എന്ന് പറയുന്നത് ചീഫ് കളക്ടർ ഓഫ് റവന്യൂ ആയിരുന്നു. ചീഫ് കളക്ടർ ഓഫ് റവന്യൂ ആയിരുന്നു. എന്താണ്? ഹയർ ഒഫീഷ്യൽ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽസ് ആണ്. ഇനി സന്നിധി ഉണ്ടായിരുന്നു. സംനിധത്രി എന്ന് പറയുമ്പോൾ ട്രഷറർ ആയിരുന്നു. ഇത് കൂടാതെ അക്ഷപദാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരുന്ന ആളായിരുന്നു. ദെൻ ദ്വാരക, പേരിൽ തന്നെയുണ്ട്. എന്താണ്? നമ്മുടെ ദ്വാരപാലകനായിരുന്നു, അല്ലെ? ചീഫ് പാലസ് അറ്റൻഡന്റ് ആയിരുന്നു. ഇത് കൂടാതെ ഈ ഹയർ ഒഫീഷ്യൽസിനെ എല്ലാം തന്നെ എങ്ങനെ എടുക്കണമെന്ന്, അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് നടത്തിയെടുക്കണമെന്ന് അർത്ഥശാസ്ത്രയിൽ ആര് മെൻഷൻ ചെയ്തിരുന്നു? കൗട്ടില്യം മെൻഷൻ ചെയ്തിരുന്നു. അതിൽ മെൻഷൻ ചെയ്ത 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അർദ്ധോപാദശുദ്ധ. അർദ്ധോപാദശുദ്ധ എന്ന് പറഞ്ഞത് മണി ടെസ്റ്റ് ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ എക്സാമിന് ജോലി കിട്ടാൻ വേണ്ടി ടെസ്റ്റ് എഴുതിക്കാറില്ല, അതുപോലെ തന്നെ ഈ ഹയർ ഒഫീഷ്യൽസ് ആകണമെങ്കിൽ കുറച്ച് ടെസ്റ്റ് പാസ്സാകണം. അങ്ങനെ അർദ്ധോപാദശുദ്ധ എന്ന് പറയുമ്പോൾ മണി ടെസ്റ്റ് ആയിരുന്നു. ഇനി ധർമ്മോപാദശുദ്ധ ഉണ്ടായിരുന്നു. ധർമ്മോപാദശുദ്ധ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? റിലീജിയസ് ടെസ്റ്റ് ആയിരുന്നു. ധർമ്മത്തിനെ റിലേറ്റ് ചെയ്ത് അങ്ങനെ വിചാരിക്കാം. റിലീജിയസ് ടെസ്റ്റ് ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്. അടുത്ത് ബയോപാദശുദ്ധ ഉണ്ടായിരുന്നു. ബയോപാദശുദ്ധ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഫിയർ ടെസ്റ്റ് ആയിരുന്നു. അടുത്ത കാമോപാധി ടെസ്റ്റ് ഉണ്ടായിരുന്നു. കാമം, അല്ലെ? ലവ് ടെസ്റ്റ് ആയിരുന്നു, അല്ലെ? കാമോപാദശുദ്ധം, ലവ് ടെസ്റ്റ്. അതൊക്കെ എന്തിനായിരുന്നു? ഈ പറയുന്ന കുറെ ടെസ്റ്റുകൾ നടത്തിയിട്ടായിരുന്നു അമർത്യാസിനെ അപ്പോയിന്റ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ എന്താ പറഞ്ഞ? അമർത്യാസിനെ പറ്റി പറഞ്ഞു. അടുത്ത എന്താ നമ്മൾ നോക്കേണ്ടത്? ജനപദ. അടുത്തെന്താണ്? ജനപദ. ജനപദയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെറിറ്ററി എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെ? ജനപദ എന്ന് പറയുന്നത് എന്താണ്? ടെറിറ്ററി എന്നാണ് പറയുന്നത്. ടെറിറ്ററി. അപ്പൊ ജനപദാസ് ഇതിന്റെ ക്യാപിറ്റൽ, മൗര്യന്മാരുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ഈ പറയുന്ന മഗധയായിരുന്നു. സോറി, ക്യാപിറ്റൽ മഗധ.
മഹാജനപദമായിട്ടുള്ള മഗധ, ക്യാപിറ്റൽ പാടലിപുത്രം. ഇത് കൂടാതെ 4 പ്രൊവിൻസസ്, അതായത് ഇദ്ദേഹത്തിന്റെ ടൈംസിൽ പ്രൊവിൻസസും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വൈസ്രോയ്സും ഉണ്ടായിരുന്നു. 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ക്യാപിറ്റൽ സിറ്റിയായ മഗധ, പാടലിപുത്ര കൂടാതെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. ആ 4 ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടാക്സ് ഇല്ല. ഈ ടാക്സ് ഇല്ല എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഇന്ത്യ ഭാഗത്ത് വരുന്ന, അതിനെ മെൻഷൻ ചെയ്തിരുന്ന ഉത്തരവദ എന്നാണ്. ഉത്തരം എന്ന് മീൻസ് ഉത്തരം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നോർത്ത് അല്ലേ, സോ ഇതിനെ മെൻഷൻ ചെയ്തിരുന്നത് എന്താണ്? ഉത്തരവദ എന്നാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സൗത്ത് ഭാഗത്ത് വരുന്ന, സൗത്ത് ഇന്ത്യ സൈഡിൽ വരുന്നതാണ് ദക്ഷിണവദ. ദക്ഷിണവദ ദക്ഷിണവദ ഓക്കെ. ക്യാപിറ്റൽ എവിടെയായിരുന്നു? സുവർണനഗരിയായിരുന്നു. സുവർണനഗിരിയായിരുന്നു. സുവർണനഗിരി. ഓക്കെ, സുവർണനഗിരി. ഇനി ഈസ്റ്റേൺ ഭാഗത്ത്, ഈസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്ത് എന്തായിരുന്നു? തോസലി ആയിരുന്നു. തോസലി ആയിരുന്നു. വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവന്തിരത എന്ന് പറഞ്ഞിരുന്നു. അവന്തിരത ഏതായിരുന്നു? ഉജ്ജയിനായിരുന്നു. ഈ 4 ഇമ്പോർട്ടൻ്റ് പ്രൊവിൻസസ് കൂടാതെ അശോകന്റെ ടൈമിൽ ഒരു 5ാമതായിട്ട് ഒരു പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഏതായിരുന്നു? കലിംഗയായിരുന്നു. ക്യാപിറ്റൽ എവിടെയായിരുന്നു? തോസലിയായിരുന്നു. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. 4 പ്രൊവിൻസസ്. ഇനി മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ കേസിൽ നമുക്കിപ്പോൾ ഡിസ്ട്രിക്റ്റ് ലെവൽ, പ്രൊവിൻഷ്യൽ ലെവൽ ഈ രീതി നോക്കിക്കഴിഞ്ഞാൽ, ആ രീതിക്ക് നമുക്ക് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ ലെവൽ, ഓക്കെ, അത് ഞാൻ തിരിച്ച് കാണിച്ചുതരാം. അതായത് അഡ്മിനിസ്ട്രേഷനെ നമുക്ക് ഇങ്ങനെ ലെവലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, പ്രൊവിൻഷ്യൽ ലെവൽ അല്ലെങ്കിൽ ചക്ര എന്ന് പറയും. പ്രൊവിൻഷ്യൽ ലെവൽ അല്ലെങ്കിൽ എന്തെന്ന് പറയും? ചക്ര എന്ന് പറയും. ഇതിൻ്റെ മെയിൻ ഉദ്യോഗസ്ഥന്മാർ കുമാരമധ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജകുമാരൻ. കുമാരമധ്യ രാജകുമാരൻ. കൂടാതെ മഹാമത്ത, നമ്മൾ കുറച്ചു മുമ്പ് കണ്ട മഹാമത്ത. ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ. ഇനി ഡിസ്ട്രിക്റ്റ് ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഡിസ്ട്രിക്റ്റ് ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ ഉദ്യോഗസ്ഥർ പ്രാദേശിക ഉണ്ടായിരുന്നു. രാജുദാസ് എന്ന് പറയുന്ന ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. ഗുപ്താസ് എന്ന് പറയുന്ന ക്ലർക്ക് ഉണ്ടായിരുന്നു. ഇത് ഒഫീഷ്യൽ, ഇത് ക്ലർക്ക്. ഇനി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വന്നു കഴിഞ്ഞാൽ, ഗ്രാമിക ഉണ്ടായിരുന്നു. വില്ലേജ് ഹെഡ്. ദെൻ ഗോവ ഉണ്ടായിരുന്നു. ഗോവ എന്ന് പറയുമ്പോഴത്തേക്കും റെക്കോർഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരുന്നു. ദെൻ താനിക ഉണ്ടായിരുന്നു. ടാക്സ് കളക്ട് ചെയ്യുന്ന ആളായിരുന്നു താനിക. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒഫീഷ്യൽസ് ആണ്. അപ്പോൾ പ്രൊവിൻഷ്യൽ ലെവൽ ചക്ര എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഡിസ്ട്രിക്ട് ലെവലിനെ വിഷയ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് വേണമെങ്കിൽ നോക്കാം. വിഷയ. പ്രൊവിൻഷ്യൽ ലെവല് ഇത് കൺട്രോൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒഫീഷ്യൽസിന്റെ കേസ് എന്തിൽ പറഞ്ഞിരുന്നു? നമ്മുടെ അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ദുർഗ അല്ലെങ്കിൽ എന്തെന്ന് പറയും? ജുഡീഷ്യറി എന്ന് പറയും അല്ലെ? ജുഡീഷ്യറി എന്ന് പറയാം. ഓക്കെ, ജുഡീഷ്യറിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതും അർത്ഥശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ജുഡീഷ്യറിയുടെ കേസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു രാജാവായിരുന്നു എന്തെന്ന് പറയുന്നത്? അപ്ഹോൾഡർ ഓഫ് എന്തെന്ന് പറഞ്ഞ ധർമ്മ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഈ അർത്ഥശാസ്ത്രം അനുസരിച്ച് 2 ടൈപ്പ് കോർട്ട് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ധർമ്മസ്ഥിയ. എന്താണ്? ധർമ്മസ്ഥിയ അല്ലെങ്കിൽ വ്യാവഹാരിക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയുമായിരുന്നു? വ്യവഹാരിക. ഇത്
പേഴ്സണൽ ഡിസ്പ്യൂട്ടുകളെല്ലാം ഒത്തുതീർപ്പാക്കാനായിട്ട് വരുന്നതാണ്. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. ധർമ്മസ്ഥായ ധർമ്മസ്ഥായ എന്ന് പറയുന്ന കോർട്ടാണ്. ഈ കോർട്ടിന്റെ ഹെഡാണ് വ്യവഹാരിക. ഇതെന്തിനു വേണ്ടിയാണ്? പേഴ്സണൽ ഡിസ്പ്യൂട്ട് അതിനെപ്പറ്റി ഇതാക്കാനുള്ള കോർട്ട്. ഓക്കെ, അടുത്താണ് കാന്തകശോധന. അടുത്തെന്താണ്? കാന്തകശോധന. കാന്തകശോധന എന്ന് പറയുന്നത് സെന്ററും പ്യൂപ്പിളും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനുമായിരുന്നു. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രദേശസ്ഥ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇനി ഇത് നിയമങ്ങളൊക്കെ നടത്തണമല്ലോ. ഈ നിയമങ്ങൾ ഡിസ്പ്യൂട്ടിനൊക്കെ എന്തെങ്കിലും നിയമത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ. ഈ നിയമത്തിന്റെയൊക്കെ സോഴ്സ് ആയിട്ട് പറഞ്ഞിരുന്നത് 1 ധർമ്മം, 2 വ്യവഹാര, 3 ചരിത്ര, 4 രാജസ്ഥാന. ഓക്കെ, 1 ധർമ്മ, 2 വ്യവഹാര, 3 ചരിത്ര. അടുത്തെന്താണ്? രാജശാസനം. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. ഇതാണ് ദുർഗ എന്ന് പറയുന്ന പാട്ടിൽ നമുക്ക് നോക്കാനുള്ള. അവരതാണ് സത്യം പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതാം. അടുത്ത കോശ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൂടുതൽ അവിടെ പഠിക്കാനുണ്ട്. കോശ പറഞ്ഞു കഴിഞ്ഞാൽ കോശ എന്ന് പറയുന്നത് എന്താണ്? ട്രഷറി ആണ് ഞാൻ പറഞ്ഞത്. കോശ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രഷറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രഷറി, റവന്യൂ എല്ലാം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഇദ്ദേഹത്തിന്റെ ടൈമില് നമ്മുടെ സോൾജിയേഴ്സ് ക്യാഷ് ആയിട്ടായിരുന്നു പെയിൻ ചെയ്തത്. മൗര്യൻസിന്റെ ടൈമില് സോൾജിയേഴ്സ് ക്യാഷ് ആയിട്ടായിരുന്നു പെയ്ഡ് ചെയ്തിരുന്നത്. ഈ ടൈമില് മെയിൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരുന്ന അഗ്രികൾച്ചർ ആയിരുന്നു. ഇത് കൂടാതെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിരുന്ന ലാൻഡ് റവന്യൂ ആയിരുന്നു. ഓക്കെ, സോഴ്സ് ഓഫ് ഇൻകം എന്തായിരുന്നു? ലാൻഡ് റവന്യൂ ആയിരുന്നു. അതുപോലെ തന്നെ മെയിൻ എക്കണോമി എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. ഓക്കെ, ഇനി ഈ ടൈമില് ഇറിഗേറ്റഡ് ലാൻഡിനെ ഉദഖ എന്നറിയപ്പെട്ടിരുന്നു. ഈ ടൈമില് ഇറിഗേറ്റഡ് ഇതിനെന്തെന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടിരുന്നു? ഉദഖ അല്ലെങ്കിൽ ബാഘ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു, ഇറിഗേറ്റഡ് ലാൻഡ്. ഓക്കെ, ഇനി ഇത് കൂടാതെ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നു. ലാൻഡ് റവന്യൂ അറിയപ്പെട്ടിരുന്ന പേരാണ് ഭാഗ. ഈ ഭാഗ എന്ന് പറയുന്നത് 1/6 പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 1/6 പാർട്ടായിരുന്നു. ഇത് കൂടാതെ ഹിരണ്യ എന്ന് പറയുന്ന ടാക്സ് ഉണ്ടായിരുന്നു. ഈ ഹിരണ്യ എന്ന് പറയുന്ന ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷ് ആയിട്ട് ചെയ്യുന്ന ടാക്സ് ആയിരുന്നു എന്ന് പറയുന്നു. ഇത് കൂടാതെ എമർജൻസി ടാക്സ് ആയിട്ടുള്ള പ്രാണയ ഉണ്ടായിരുന്നു. പ്രാണയ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ആർമി മെയിൻ്റെനൻസിന് വേണ്ടി സേനാ ഭക്തം എന്ന് പറയുന്ന ടാക്സ് ഉണ്ടായിരുന്നു. ആർമി മെയിൻ്റെനൻസിന് വേണ്ടി സേനാഭക്തം എന്ന് പറയുന്ന ടാക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ സർചാർജസിന് അറിയപ്പെടുന്ന പാർശ്വം എന്നായിരുന്നു. അപ്പൊ ഭാഗ എന്ന് പറയുന്ന 1/6 ഓഫ് പ്രൊഡ്യൂസ്ഡ്. ഹിരണ്യ എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷ്, എമർജൻസി ടാക്സ് പ്രാണയം. പിന്നെ അടുത്തെന്താണ്? പിണ്ടക ഉണ്ടായിരുന്നു. പിണ്ടക ഞാൻ പറയാൻ വിട്ടുപോയി. ടാക്സ് പെയ്ഡ് ഇൻ കൈൻഡ് ഓഫ് വില്ലേജ്, അതാണ് പിണ്ടക. പിന്നെ സേനാഭക്തം ഉണ്ടായിരുന്നു. സർചാർജായിട്ട് പാർശ്വം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ ടൈമില് കോശ തന്നെയാണ്, തീർന്നിട്ടില്ല. അപ്പോൾ ഈ ടൈമില് നമ്മുടെ കുറെ ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന ഇതിന്റെ കൂട്ടത്തിൽ പറയണം, കോശയുടെ കൂട്ടത്തിൽ പറയണം. മൈൻ ഒഫീഷ്യൽസ് അറിയപ്പെട്ടിരുന്നു. മൈനിന്റെ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മൈൻ ഒഫീഷ്യൽസ് അറിയപ്പെട്ടിരുന്ന എന്തായിരുന്നു? അകാരാധ്യക്ഷ എന്നായിരുന്നു. ഇനി അയണിന്റെ കേസിൽ അല്ലെങ്കിൽ അയണിന്റെ മെയിൻ്റെനൻസും ഇതിനും ഇവിടെ ഒരു പ്രൊഡക്ഷനും എല്ലാം തന്നെ ഒരു മോണോപോളി ഉണ്ടായിരുന്നു. അയണിന്റെ മെയിൻ്റെനൻസ്, പ്രൊഡക്ഷൻ ഇതിന്. അപ്പോൾ ഈ പറയുന്ന അയണ് ഇതിന്റെ
മെയിൻ്റെനൻസ്, പ്രൊഡക്ഷൻ, ഇതിലെല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ആൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ലോക അധ്യക്ഷ. ലോഹം ലോഹ അധ്യക്ഷ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. ഇനി ഇത് കൂടാതെ പാണ്യാധ്യക്ഷ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പാണ്യാധ്യക്ഷ. ഓക്കെ. പാണ്യാധ്യക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ട്രേഡ് ആയിരുന്നു. ഈ ടൈമിൽ വേറൊരു കാര്യം കൂടി, ട്രേഡ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം. ട്രേഡിന്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളായിരുന്നു ഈ പറയുന്ന പാണ്യാധ്യക്ഷൻ. ഈ ട്രേഡ് ഈ ടൈമിൽ നിലനിന്നിരുന്ന കൊണ്ട് തന്നെ ട്രേഡ് യൂണിയനുകൾ ഉണ്ടായിരുന്നു. ട്രേഡിന്റെ മെയിൻ സെന്റർ വാരണാസി, മധുര, ബംഗാൾ, ഗാന്ധാർ, ഉജ്ജയിനൊക്കെ ആയിരുന്നു. ട്രേഡിന്റെ മെയിൻ സെന്റേഴ്സ് വാരണാസി, മധുര, ബംഗാൾ, ഗാന്ധാർ, ഉജ്ജയിനൊക്കെ ആയിരുന്നു. ട്രേഡ് യൂണിയൻസ് നിലനിന്നിരുന്നു. ഈ ട്രേഡ് യൂണിയൻസ് അറിയപ്പെട്ടിരുന്നത് ഷേർണിസ്. ട്രേഡ് യൂണിയൻസ് അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഷേർണിസ്, അല്ലെങ്കിൽ പുക, അല്ലെങ്കിൽ ക്വിൽസ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നു. ട്രേഡ് യൂണിയൻസ് എന്ന് അറിയപ്പെട്ടിരുന്നു ഷേർണിസ്, പുക, ക്വിൽസ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഇത് ഹെഡ് ചെയ്ത ഈ ട്രേഡ് യൂണിയൻസിനെ ഹെഡ് ചെയ്ത വ്യക്തിനെ എന്ത് പേരറിയപ്പെട്ടു? ജേസ്തക എന്ന പേരിൽ അറിയപ്പെട്ടു. ട്രേഡ് യൂണിയനെ ഹെഡ് ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ ഹെഡ് ആരാണ്? ജേസ്തകയായിരുന്നു. ഇനിയിപ്പോൾ പാണ്യാധ്യക്ഷൻ എന്നാണ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ട്രേഡ്, പ്രൈസ് ഫിക്സേഷൻ, സെയിൽ ഓഫ് ഗുഡ്, ഇതൊക്കെയായിരുന്നു പാണ്യാധ്യക്ഷൻ. മറ്റാളെന്താണ്? ട്രേഡ് യൂണിയന്റെ തിരിയായിരുന്നു. ഓക്കെ. ഇനി ഇത് കൂടാതെ സൂപ്രണ്ടന്റ് ഓഫ് കോയിൻസ് ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഓഫ് കോയിൻസ്, അത് മതി. ഇൻസ്പെക്ടർ ഓഫ് കോയിൻസ് ഉണ്ടായിരുന്നു. അതെന്താ അറിയപ്പെട്ടിരുന്ന? രൂപാധ്യക്ഷ. തെറ്റത്തില്ല, കാരണം രൂപ എന്ന് പറയുമ്പോൾ കോയിൻ അല്ലേ. രൂപാധ്യക്ഷ. ഓക്കെ. ഇനിയിപ്പോൾ ഇത് കൂടാതെ സൂപ്രണ്ടന്റ് ഓഫ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. മാർക്കറ്റ്. ഓക്കെ. മാർക്കറ്റ്. അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെട്ടു? സംഖ്യ അധ്യക്ഷ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൻ്റെ കേസിൽ? നമ്മുടെ ട്രേഡ്, ട്രഷറീൻ്റെ കേസിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകും. ഓക്കെ. അത് നിങ്ങൾ എവിടെന്നെങ്കിലും തപ്പി വായിച്ചേക്കണം. ഇത് കൂടാതെ ഈ ടൈമിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ടും ആലോചിക്കുക. കാരണം ട്രഷറി എന്ന റവന്യൂ ഒക്കെ പറയുമ്പോൾ അതും കൂടി ആലോചിക്കണമല്ലോ. അപ്പോൾ താമരലിപ്പട്ടി, ഇത് ഈസ്റ്റ് ഭാഗത്തും ബ്രോച്ച് വെസ്റ്റ് ഭാഗത്തും ഉണ്ടായിരുന്ന എന്താണ്? പോർട്ടുകളാണ്. ഓക്കെ. ഇനി അടുത്ത ദണ്ഡ ജുഡീഷ്യറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കേസ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കേസ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. അതിനു മുമ്പ് ഈ ദുർഗ പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കേസുണ്ട്. അത് ഞാൻ ആദ്യം പറയാം. ഇദ്ദേഹത്തിന്റെ ടൈമിൽ മൗര്യൻസ് വലിയ ആർമീനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു പറഞ്ഞിരുന്നു. ഏകദേശം 6 ലക്ഷത്തോളം ഇൻഫൻട്രീസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. 6 ലക്ഷത്തോളം ഇൻഫൻട്രീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതിനെ കൺട്രോൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് പാദാധ്യക്ഷനായിരുന്നു. ഓക്കെ. ബാക്കി അധ്യക്ഷ എന്ന് എഴുതിയേക്കണം. ഇനി 30,000-ഓളം കാവലറീസ് ഉണ്ടായിരുന്നു. ഓക്കെ. അതിനെ കാവലറീസ് എന്ന് വെച്ചാൽ കുതിരയല്ലേ. അപ്പോൾ അശ്വാധ്യക്ഷ, അതിന്റെ ഹെഡ് ആരായിരുന്നു? അശ്വാധ്യക്ഷ. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിരുന്ന ആള് അശ്വാധ്യക്ഷ. ഇനി എലിഫന്റ് പട ഉണ്ടായിരുന്നു. 900-ഓളം വരുന്ന എലിഫന്റ് പട ഉണ്ടായിരുന്നു. ഇതിനെ ഹാത്തി എന്നല്ലേ ഇത്, പക്ഷെ ഹസ്ത്യാധ്യക്ഷ ഇതിന്റെ കാര്യങ്ങൾ നോക്കിപ്പെടുന്ന ഒഫീഷ്യൽസ്. ഇത് കൂടാതെ രഥങ്ങൾ ഉണ്ടായിരുന്നു. 8,000-ഓളം വരുന്ന രഥങ്ങൾ ഈ മൗര്യൻ ആർമിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ കാര്യങ്ങളും ചിലതൊക്കെ നോക്കിപ്പോയിരുന്ന ആരായിരുന്നു? രഥാധ്യക്ഷനായിരുന്നു. ഉദ്യോഗസ്ഥനായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ദണ്ഡയില് ബാക്കി പറയാം. ഇത് ദണ്ഡയിൽ വരുന്നതല്ല, മറ്റേല് വരുന്നതായിരുന്നു. പോലീസ് സൈന്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രിൻസിപ്പൽ സെന്ററുകളിലും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു.
ഓക്കെ. അതുപോലെ തന്നെ പ്രോപ്പർ ജയിലുണ്ടായിരുന്നു. ഈ പ്രോപ്പർ ജയിലിനെ ബന്ധ നഗര എന്നായിരുന്നു എന്തിൽ പറഞ്ഞിരുന്നത്? അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിരുന്നത്. ഇനി കൂടാതെ ലോക്കപ്പ്, പോലീസ് ലോക്കപ്പ് ഉണ്ടായിരുന്നു. അതിന് ചക്ര എന്ന പേരിലും പറഞ്ഞിരുന്നു. ചക്ര എന്ന പേരിലും പറഞ്ഞിരുന്നു. ഇതൊക്കെ എന്താണ്? ദണ്ഡ എന്ന ഭാഗത്ത് പറയുന്നതാണ്. ദണ്ഡ എന്ന ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടു അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്തിരുന്നു? ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്തിരുന്നു. അതിനെയാണ് മിത്ര എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു രാജാവ് ഒരു 6 പോളിസിയായിരുന്നു ഫോളോ ചെയ്തിരുന്നത് സത്യം പറഞ്ഞാൽ. ഒന്ന് പോളിസി ഓഫ് സന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ്. പോളിസി ഓഫ് സന്ധി, പീസ് കീപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പോളിസി ഓഫ് വിഗ്രഹ, എന്താണ്? നശിപ്പിച്ചിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത രാജ്യങ്ങളൊക്കെ എന്തിരുന്നു? നശിപ്പിച്ചിരുന്നു. അടുത്ത പോളിസി ഓഫ് ആസന. പോളിസി ഓഫ് ആസന എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വയറ്റ് ആയിട്ടിരുന്നു, കീപ്പിംഗ് ക്വയറ്റ്. അതാണ് പോളിസി ഓഫ് ആസന. ദെൻ പോളിസി ഓഫ് യോന, സോറി യാന. യാന എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. അടുത്താണ് പോളിസി ഓഫ് ദ്വാധിഭവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ പോളിസി അല്ലെങ്കിൽ ഡുവൽ സ്ട്രാറ്റജീസ് കീപ്പ് ചെയ്തിരുന്നു. ദെൻ പോളിസി ഓഫ് സംശ്ലേഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്കിംഗ് ഷെൽട്ടർ ഫോർ അനദർ കിങ്. സീക്കിംഗ് ഷെൽട്ടർ ഫോർ അഭയാർത്ഥികൾക്ക് ഇത് കൊടുത്തില്ലേ, എന്താ പറയുക, ആശ്രയം കൊടുത്തിരുന്നു. ആ രീതിയിലുള്ള പോളിസി എല്ലാം എന്ത് ചെയ്തിരുന്നു, ഫോളോ ചെയ്ത് പോന്നിരുന്നു. ഇനി ഈ പറയുന്ന മിത്രയുടെ കേസിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പൊ ഇതേപോലുള്ള പോളിസി ആയിരുന്നു അടുത്തടുത്ത രാജ്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്തിരുന്നത്, രാജാക്കന്മാരും കാര്യങ്ങളും പാലിച്ചു കൊണ്ടിരുന്നത്. ഇത് കൂടാതെ കുറെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പോസ്റ്റുകളും അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ശ്രീ ഹദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് അംബാസിഡർ. അതാണ് പരിമിത്രാത്ത് ദുഃഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ could not go beyond his instruction in negotiation. Could not go beyond his instruction in negotiation. അടുത്ത ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് പോസ്റ്റാണ് ശശാൻഹാര ദുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ മെസ്സഞ്ചർ. ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പോസ്റ്റുകളും എന്ത് ചെയ്തിരുന്നു, നിലനിർത്തിയിരുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ള. ഈ ഒരു പോർഷനിൽ പല പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളതെല്ലാം നോക്കി ഇതാക്കി എടുക്കണം. ഓക്കെ.